റോഡ് പണിയും കരാറുമൊക്കെയായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടി. സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ തടങ്കലിലാക്കുന്നു എന്ന കടകംപള്ളിയുടെ വിമർശനത്തിനായിരുന്നു മറുപടി. ആദ്യ കരാറുകാരനെ പലവട്ടം തിരുത്താൻ നോക്കിയിട്ട് നടന്നില്ല, എന്തും ചെയ്യാമെന്ന ഹുങ്കോടുകൂടി പ്രവർത്തിച്ചു. കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പിടിച്ചില്ല എന്നും റിയാസിന്റെ വിമർശനം. നഗരത്തിന്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിൽ താമസിക്കുന്നു. ഒരു തലയിലും അത് തിരുത്താൻ തയ്യാറായില്ല. പിന്നെ ടെർമിനേഷനേ മറ്റു വഴിയുള്ളൂ. ടെർമിനേഷൻ ചിലർക്ക് പിടിച്ചില്ലായിരുന്നു. ഇത്രയും വലിയൊരു കൊമ്പൻ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനാകുമോ? അങ്ങനെ ടെർമിനേറ്റ് ചെയ്താൽ ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചു. പല താല്പര്യമുള്ളവരായിരിക്കാം ആ സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സർക്കാർ ഏൽപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സമയബന്ധിതമായി തയ്യാറായില്ലെങ്കിൽ ഏത് കൊമ്പനെയും പിരിച്ചുവിടാൻ തയ്യാറാകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് തെളിയിച്ചുകൊണ്ട്